A person invested 1 lakh rupees in two schemes with interest rates 7% and 6%. After 1 year, they got this much rupees, 6,750 rupees as interest from both these together. How much did they invest in each scheme? അപ്പോ 1 ലക്ഷം രൂപ അല്ലെ 1 lakh rupees into two schemes, രണ്ട് സ്കീമിലായിട്ട് 1 lakh rupees ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് രണ്ട് സ്കീം ഉണ്ടെന്ന് മനസ്സിലായി. നമുക്ക് സ്കീം 1, 2 ഓക്കെ എന്നെഴുതാം. സ്കീം 1 ഉണ്ട്, സ്കീം 2 ഉണ്ട്. സ്കീം 1 ഈ പേഴ്സൺ ഇട്ടത് എക്സ് ആണെന്ന് വിചാരിച്ചു, എക്സ് റുപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് എങ്ങനെയാ, 1 lakh rupees മൊത്തമാണ് അല്ലെ, മൊത്തം 1 lakh rupees ആണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ സ്കീം 2 ഇൻവെസ്റ്റ് ചെയ്തത് 1 lakh minus x ആയിരിക്കും. ആണല്ലോ, 1 lakh minus x ആണ് സ്കീം 2 സ്കീം 1 വന്നത് എക്സ്. ഇനി ഇവിടെ പിന്നെ പറഞ്ഞിരിക്കുന്ന ഡാറ്റ 7%ഉം 6%ഉം ആണ് ഇൻട്രസ്റ്റ്. അപ്പം ഇവിടുത്തെ ഇൻട്രസ്റ്റ് 6% എന്ന് വിചാരിച്ചു, ഇവിടുത്തെ ഇൻട്രസ്റ്റ് 7%. തിരിച്ചു എടുക്കാം, കാരണം ഇവിടെ ഇപ്പൊ ക്വസ്റ്റിനകത്ത് പ്രത്യേകിച്ച് ഒന്നും അവര് എടുത്തു പറഞ്ഞിട്ടില്ല അല്ലെ, വേറെ പ്രത്യേകിച്ച് ഒന്നും നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിപ്പോ ഇവിടെ 7%, ഇവിടെ 6%, അങ്ങനെ എടുക്കാം, തിരിച്ചു എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് വന്നിരിക്കുന്ന ഡാറ്റ they got 6,750 rupees as interest. ഇൻട്രസ്റ്റ് ആയിട്ട് മൊത്തം കിട്ടിയത് 6,750 rupees ആണ് മൊത്തം ടോട്ടൽ കേട്ടോ. ടോട്ടൽ എന്ന് എഴുതിയേക്കാം. 6,750 rupees ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് ദേ ഇൻവെസ്റ്റ് ഇൻ ഈ സ്കീം, ഓരോന്നിലും കൊടുത്തത് എത്ര റുപ്പീസ് വെച്ചാണ്. അപ്പം എക്സ് കിട്ടിയാൽ മതി അല്ലെ, എക്സ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ 1 lakh minus എക്സ് ചെയ്താൽ നമുക്ക് രണ്ട് സ്കീമിലും ഓരോ സ്കീമിലും എത്ര രൂപ വെച്ചാണ് ഇട്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പണ്ടത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ. അവിടെ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എങ്ങനെയാ പഠിച്ചത്, PR/T/100. ചില സ്കൂളുകളിൽ പഠിപ്പിച്ചത് PNR/100 എന്നായിരിക്കും. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ, നമ്മൾ ആദ്യം എന്താണോ അവിടെ ഇൻവെസ്റ്റ് ചെയ്തത് അത് P. അതുപോലെ R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആൻഡ് T അല്ലെങ്കിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, അല്ലെങ്കിൽ എത്ര ടേമിലേക്കാണ് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ളതൊക്കെയാണ്. അപ്പോ ഞാനിപ്പോ എളുപ്പത്തിന് PR/T/100 എന്ന് എടുക്കാണ്, PNR എന്ന് പറഞ്ഞെടുക്കാം, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. അപ്പൊ നമുക്ക് സ്കീം 1 സ്കീം 2 നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. സ്കീം 1 കിട്ടിയ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ I1 എഴുതാൻ പോവാണ്. ഫസ്റ്റ് സ്കീമിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ്. അപ്പൊ PR/T/100 അല്ലെ, PR/T/100 എന്നുള്ള ഇക്വേഷനിൽ P എന്ന് പറയുന്നിടത്ത് ഞാൻ അവിടെ എന്തോരം ഇൻവെസ്റ്റ് ചെയ്തു, എക്സ് ആണ് ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ, അപ്പൊ എക്സ് എന്ന് എഴുതി. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് R എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് ഈ ഒരു സ്കീമില് 7% ആണ്, അപ്പൊ ഇവിടെ 7 എഴുതി. ആൻഡ് ടൈം എത്രയാ, എത്ര നാളത്തേക്കാണ് അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അത് ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ 1 ഇയർ അല്ലേ, കണ്ടോ, ഈ ക്വസ്റ്റിനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ 1 ഇയർ. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ T എന്ന് പറയുന്നത് 1 ആണ്. അപ്പോ ഇവിടെ ഇൻറ്റു 1 ആണ് വരുന്നത്. ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ലല്ലോ, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമ്പർ മാറാൻ പോകുന്നില്ല, അതുകൊണ്ട് അത് എഴുതിയില്ലേലും കുഴപ്പമില്ല, അത്രയായി. ഇനി ബൈ 100 കൂടി കൊടുക്കണം അല്ലേ. അപ്പൊ ഇതാണ് ഇൻട്രസ്റ്റ്, ഫസ്റ്റ് സ്കീമിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ്. അതൊന്നും കൂടി ഭംഗിയാക്കി എഴുതിയാൽ x × 7 എന്ന് പറഞ്ഞാൽ 7x/100 എന്ന് എഴുതാം. ഇനി ഇതേപോലെ സ്കീം 2 ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് അല്ലെ, സ്കീം 2 കിട്ടിയ ഇൻട്രസ്റ്റിനും ഇതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. അപ്പൊ ഞാനത് രണ്ടാമത്തെ സ്കീമിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് I2 എന്ന് എഴുതുകയാണ്. P ഇവിടത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh minus x ആണ്. 1 lakh 1 followed by 5 zeros, 1 lakh minus x ആണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എക്സ് എന്താ പറയുന്നത് 6 ആയിരുന്നു ബൈ 100. ആ ടേം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് അത് എഴുതുന്നില്ല, ഇൻറ്റു 1 കൊണ്ട് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞതോ ടോട്ടൽ ഇൻട്രസ്റ്റ് അല്ലെ, മൊത്തം കിട്ടിയ ഇൻട്രസ്റ്റ് 6,750 ആണെന്നാ. മൊത്തം കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സ്കീമിൽ നിന്നും കിട്ടിയ ഇൻട്രസ്റ്റ്, ഈ രണ്ട് ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടിയ വാല്യൂ എന്നാണ് അർത്ഥം. അപ്പോ 7x/100 പ്ലസ് 1 lakh minus x into 6/100. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 6,750 എന്നാണ്
ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്താൽ എക്സ് കിട്ടും. കാരണം ഈ ഒരു ഇക്വേഷനകത്ത് നമുക്ക് എക്സ് മാത്രമുള്ള അറിയാത്ത വാല്യൂ ഇതായിട്ട്, അതായത് വേരിയബിൾ ആയിട്ട്, ബാക്കി എല്ലാ നമ്പേഴ്സ് ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതില് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. രണ്ടുപേർക്കും ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലെ, രണ്ടുപേരുടെ അടുത്തും ഡിനോമിനേറ്റേഴ്സ് 100 ആയിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ന്യൂമറേറ്റേഴ്സ് ഒറ്റയടിക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ അങ്ങനെ എഴുതിയേക്കാം. ഇത് 7x പ്ലസ് 1 lakh മൈനസ് എക്സ് ഇൻറ്റു 6 ഹോൾ ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 6750 എന്നായി. ഇനി നമ്മുടെ കയ്യിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫ്രാക്ഷനും റൈറ്റ് സൈഡിൽ സാധാരണ ഒരു ഹോൾ നമ്പറും ആണ്. അപ്പൊ ഇവിടെ എളുപ്പത്തിന് നമുക്ക് ഇവിടുത്തെ ഈ ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ഈ ബൈ 100 ഡിവിഷൻ ആണ് ഈ 100ന്റെ ജോലി. ഈ ഡിവിഷനിലുള്ളയാളെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഡിവൈഡ് ബൈ ഇരിക്കുന്നയാൾ അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലെ, അങ്ങനെയുള്ള തിരിച്ചു മറിച്ചും വരും. അപ്പൊ ഇവിടെ 100 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 7x പ്ലസ്, പിന്നെ ഇവിടെ ബ്രാക്കറ്റിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള 6നെ അകത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ 6 ഇൻറ്റു 1 lakh 6 lakh ആയി, മൈനസ് പിന്നെ 6 ഇൻറ്റു എക്സ് വരും, അപ്പം 6x വരും, മൈനസ് 6x ഈസ് ഈക്വൽ ടു ഈ 100 അപ്പുറത്തോട്ട് പോവാണ്, 100 ഇൻറ്റു 6750, അപ്പം 6750 പിന്നെ 2 സീറോയും കൂടി ഇടണം അല്ലെ, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി ഇക്വേഷൻ. ഇനി ഇതിനകത്ത് ഇത് കണ്ടോ, 7x മൈനസ് 6x എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് പ്ലസ് 6 lakh ഈക്വൽ ടു 675000. അപ്പോഴോ എക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 6 lakh അല്ലെ, ഈ വാല്യൂവിനെ എടുത്ത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. ഇവിടെ ഈ സൈഡില് 6 lakhന്റെ ജോലി അഡീഷൻ ആണ്, പ്ലസ് ആണ്, അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് മൈനസ് ആവും. അപ്പൊ ജോലിയാണ് മാറുന്നത്. ഓക്കെ, 675000 മൈനസ് 6 lakh, 6 followed by 5 zeros. ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 75,000 എന്ന് കിട്ടും. അപ്പോ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ജോലി. ഈ 75,000 ആയിരുന്നു ഒരു സ്കീമില് ഡെപ്പോസിറ്റ് ചെയ്തത്. നമ്മൾ തുടക്കത്തിൽ എഴുതി വെച്ചായിരുന്നു സ്കീം 1 സ്കീം 2 എന്ന്. ഓരോ സ്കീമിലും എത്ര വെച്ച് ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോ നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ നമുക്ക് കിട്ടിയത് എക്സിന്റെ വാല്യൂ ആണ്, അത് സ്കീം 1ലെ ഡെപ്പോസിറ്റ് ആയിരുന്നു. സ്കീം 1ൽ ഡെപ്പോസിറ്റ് ചെയ്തത് 75,000 ആണ്. അത് 7% ഇൻട്രസ്റ്റിനാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പൊ 1 lakh 75,000 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 25,000 എന്ന് കിട്ടും. അതാണ് സ്കീം 2 ഡെപ്പോസിറ്റ് ചെയ്തത്. കുട്ടികൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.